വെൽക്കം ബാക്ക് ടു 24 റൗണ്ട് അപ്പ്. അമൃത, ഇപ്പോൾ മമതാ ബാനർജി പിന്നിലാണ് ഭവാനിപൂരിൽ എന്ന വാർത്ത വരുന്നുണ്ട്. 563 വോട്ടിന് സുവേന്ദു അധികാരി മുന്നിൽ. അപ്പോൾ മമതയുടെ തട്ടകത്തിൽ തന്നെ ആ പഴയ കൊളീഗ് വീണ്ടും അവരെ തോൽപ്പിക്കുകയാണ്. നന്ദിഗ്രാമിൽ നേരത്തെ തോൽപ്പിച്ചിരുന്നു. അപ്പോൾ ഭവാനിപൂരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ 500-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുവേന്ദു അധികാരിക്കുള്ളത്. തുടർഭരണം മോഹിച്ചെത്തിയ മുന്നണി കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ CPIM-ലെ പിണറായി യുഗം അവസാനിക്കുകയാണ്. ധർമ്മടത്ത് ഏറെ പ്രയാസപ്പെട്ട് വിജയിച്ച പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്താലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കിനൊപ്പിച്ച് നീങ്ങുന്ന ശൈലി പാർട്ടിയിലില്ലാതാവും. അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച നേതൃതലത്തിൽ അടിച്ചുപണി വേണമെന്ന് ദേശീയ നേതൃത്വം ശഠിച്ചാൽ പിണറായിക്ക് പകരം KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം സംഭവിച്ചതോടെ കേരള രാഷ്ട്രീയത്തിലെ അധികായനായ പിണറായി വിജയന് ഇനി കീഴ്പോട്ടിറക്കത്തിന്റെ കാലമാണ്. ഈ തോൽവി CPIM-ന് വെറുമൊരു അധികാര നഷ്ടമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന ഒരു നേതൃശൈലിയുടെ അന്ത്യം കുറിക്കൽ കൂടിയാണ്. 10 കൊല്ലമായി ഭരണത്തിലും കാൽനൂറ്റാണ്ടുകാലമായി CPIM-ന്റെ സംഘടനാ സംവിധാനത്തിലും അവസാന വാക്കായിരുന്നു പിണറായി വിജയൻ. പാർട്ടിയെയും സർക്കാരിനെയും ഉള്ളം കയ്യിലെന്ന പോലെ കൊണ്ടുനടന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തോൽവി. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായിയുടെ ചുമലിലാണ്. പിണറായിയുടെ ഭരണശൈലിക്കും വ്യക്തികേന്ദ്രീകൃതമായ തീരുമാനങ്ങൾക്കുമെതിരെയുള്ള ജനവിധി എന്ന നിലയിലായിരിക്കും തോൽവി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടുക. ഇത് അദ്ദേഹം മാറി നിൽക്കണമെന്ന വാദത്തിന് ശക്തി പകരുകയും ചെയ്യും. ഫലത്തിൽ UDF സുനാമിയിൽ ഒലിച്ചു പോകുന്നത് പിണറായി വിജയൻ CPIM-നകത്ത് ഉണ്ടാക്കിവെച്ച സ്വാധീനം കൂടിയാണ്. തോൽവി പണഞ്ഞതോടെ പിണറായിയുടെ വാക്കിന് പാർട്ടിയിൽ പഴയ സ്വീകാര്യത ലഭിക്കാൻ പോകുന്നില്ല. 82 വയസ്സ് പിന്നിട്ട പിണറായി വിജയനെ മാത്രം ആശ്രയിക്കാതെ 2034 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ നേതൃനിരയെ കൊണ്ടുവരണമെന്ന ചിന്ത ദേശീയ നേതൃത്വത്തിനുണ്ട്. അത് നടപ്പായാൽ പിണറായി വിജയന് പകരം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രണ്ടാന്തര നേതാക്കൾ ആരെങ്കിലും വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KN ബാലഗോപാലിനാണ് സാധ്യത. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ PM മുഹമ്മദ് റിയാസും ജയിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയിൽ പിണറായി വിജയന്റെ പിടിയായതിനാൽ സാധ്യത കുറവാണ്. പിണറായി വിജയന്റെ അപ്രമാദിത്വം കുറയുന്നതോടെ പാർട്ടിക്കുള്ളിൽ കൂടുതൽ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വഴി തുറന്നേക്കാം. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി CPIM-ന്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ച നേതാവാണ് പിണറായി വിജയൻ. പിണറായി യുഗം അവസാനിക്കുന്നത് പാർട്ടിയിൽ രാഷ്ട്രീയവും സംഘടനാപരമായ മാറ്റത്തിന് വഴിമരുന്നിടും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.